എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ടെൻ ഓഫ് സോർഡ്സ് ആണ് ആദ്യമേ വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഫൈവ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ജഡ്ജ്മെന്റിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ടു ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഹെർമിറ്റ്. ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ടു ഓഫ് സോർഡ്സിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാര്യങ്ങൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വൈകാരികമായിട്ട് വളരെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസമാണെന്ന്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കണ്ണടച്ച് കെട്ടിവെച്ചതിന് ശേഷമാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പോൾ കാര്യങ്ങളുടെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ കണ്ണടച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ ആരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കാനോ ആരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനോ ഒന്നും തയ്യാറാവാത്തൊരവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് വളരെ വ്യക്തമായി ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം തീരുമാനങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്തത്. ചില ആളുകൾക്ക് ഇതൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂ ആവാം, ഫൈനാൻഷ്യലായിട്ടുള്ള ഇഷ്യൂ ആവാം. എന്തോ ഒരു ഇഷ്യൂ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും കാണാതെ നിങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ ഒരു പ്രശ്നത്തിലേക്ക് തന്നെ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ഇതും നിങ്ങൾ ഒരു പിൻവാങ്ങലിനെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളിൽ നിന്നും അല്ലെ എല്ലാ അവസ്ഥകളിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്, പിൻവാങ്ങി നിൽക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങളതൊരു റീചാർജിന് വേണ്ടിയിട്ടായിരിക്കാം എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഈ പ്രോബ്ലത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നതാവാം. അതായത് നിങ്ങൾ വളരെയധികം വിഷമിച്ച് തളർന്ന് മാനസികമായി വളരെ തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു ഹാങ് ഓവർ നിങ്ങളെ വിട്ടു മാറുന്നില്ല. ചിലപ്പോൾ ആ സിറ്റുവേഷൻ മറികടന്ന് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ധ്യാനത്തിലേക്ക്, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും മാറി, എല്ലാ സിറ്റുവേഷനുകളിലും മാറി ഒറ്റപ്പെട്ടിരിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സമയമെടുത്ത് ചിന്തിച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു തന്ത്രങ്ങൾ മെനയാൻ വേണ്ടിയിട്ട് ഒരു പിൻവാങ്ങലായിരിക്കാം. നിങ്ങളുടെ ഈ സിറ്റുവേഷനെ എങ്ങനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ആലോചനയിൽ തന്ത്രങ്ങൾ മെനയുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പിൻവാങ്ങലും ആവാം ഇതിന്. സാമ്പത്തികമായിട്ട് വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നാണ് കാണിക്കുന്നത്. മാനസിക വിശ്രമം വളരെ അത്യാവശ്യമായ ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ മാനസികമായിട്ട് ഇന്ന് വളരെ പക്വതയോടുകൂടി ഇരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്.
പുതിയ വഴികൾ തേടി പോകുന്നു. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ സഞ്ചരിച്ചിരുന്ന വഴിയിലുണ്ടായ എന്തൊരു പ്രോബ്ലം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും റിലേഷൻഷിപ്പിലുണ്ടായ എന്തെങ്കിലും ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സ്ഥലത്ത് ഉണ്ടായ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം. എന്തായാലും നിങ്ങൾ ആ വഴി ഉപേക്ഷിച്ച് പുതിയ വഴി തേടി പോകുന്നു. വൈകാരികമായ ഒരു പക്വത നിങ്ങളിലേക്ക് ഈ പ്രോബ്ലം കൊണ്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വൈകാരികമായ ഒരു തീരുമാനത്തിലേക്കൊന്നും എത്താൻ പറ്റാതിരുന്ന ആൾക്കാർക്ക് വൈകാരികമായ ഒരു പക്വതയിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ദുഃഖത്തിൽ നിന്നും മോചനം ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇത് മൂണാണ് കാണിക്കുന്നത്. മൂൺ നമ്മുടെ മനസ്സിനെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രാത്രിയാണ് മൂണെന്ന് പറയുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആ ഇരുട്ടിൽ നിന്ന് സണ്ണ ദൂരെ കാണുന്നുണ്ട്. അപ്പോൾ ആ വെളിച്ചത്തിലേക്ക് പോകുന്ന, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നു പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന്, ഒരു ബന്ധത്തിൽ നിന്നാവാം, ഒരു സ്പേസിൽ നിന്നാവാം, അല്ലൊരു നിങ്ങൾ ചെയ്യുന്ന ജോലിയാവാം. എന്തായാലും നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു കാര്യത്തെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു കാര്യം നിങ്ങൾ തേടി പോകുന്നു, അകന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പരിചിതമായ കാര്യങ്ങളായിരിക്കാം, കംഫർട്ടിൽ നിന്നിരുന്ന കാര്യങ്ങളായിരിക്കാം. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പുതിയ ഒരു യാത്ര ആരംഭിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അത് ഉപേക്ഷിച്ച് പോകുന്നത്. നിങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യം തേടി നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. വളരെ ഉറച്ച തീരുമാനത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പറ്റിയ ഒരു ദിക്ക് തേടിയുള്ള, അല്ലെ ഒരു കാര്യം തേടിയുള്ള ഒരു യാത്രയിലാണിത്. 10 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആരുടെയിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു ചീറ്റിങ് കിട്ടിയിട്ടുണ്ട്. ആ ചീറ്റിങ് നിങ്ങൾ ഓർക്കാപ്പുറത്തുണ്ടായ ഒരു വഞ്ചനയാണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്നോ പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷനിൽ നിന്നോ ഉണ്ടായൊരു ചീറ്റിംഗ് ആണ്. അതിൻ്റെ ഒരു പെയിനാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ആ പെയിനിൽ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇതിനു മുന്നേ വന്ന കാർഡുകൾ പറയുന്നത്. അപ്പോൾ വേദനാജനകമായ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് സംജാതമായിട്ടുണ്ട്. അതിന് പക്ഷെ അന്ത്യം സംഭവിച്ചു, അത് തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാർമിക് സിറ്റുവേഷൻ അവിടെ എൻഡായി പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തത് വന്നതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പെയിനിൽ കൂടി കടന്നു പോയത്. അപ്പോൾ നിങ്ങളുടെ ആ കർമ്മ അവിടെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കർമ്മ എൻഡാവുന്ന സമയത്തും കൂടുതൽ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് വരും എന്നാണ് പറയുന്നത്. കൂടുതൽ വേദനകളും കൂടുതൽ പരീക്ഷണങ്ങളും നമ്മളിലേക്ക് വരും. പക്ഷെ നിങ്ങൾ അതിനെ മറികടന്ന് അതിൻ്റെ അപ്പുറത്ത് എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് യൂണിവേഴ്സ് കൊണ്ട് തരുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ സംഭവിച്ച ഈ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കുകയോ അതിനെക്കുറിച്ച് വേദനിച്ചിരിക്കുകയോ അതിനെക്കുറിച്ച് ഡെസ്പായിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ഒരു കർമ്മയായിരുന്നു. അത് താൽക്കാലികമായി എൻഡായി പോയി. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ റിലീസായി വരുന്നതായിട്ടാണ് കാണുന്നത്. 10 എന്ന് പറയുന്ന ഒരു എൻഡിങ് ആണ്. പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ്. ഒരു കാര്യം അവസാനിച്ചാലാണ് നമുക്ക് വേറൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു ഉണർവിലും പുതിയൊരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹെർമിറ്റിന്റെ കാർഡാണ്. ഇതൊരു സന്യാസിയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഇങ്ങനത്തെ ഒരു എനർജിയിലായിരിക്കും. ഏകാന്തത ആഗ്രഹിക്കുന്നു. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടിരുന്ന് കാര്യങ്ങൾ ചിന്തിക്കാനും, അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും മനസ്സിങ്ങനെ ഡിസ്റ്റർബ് ആയിരിക്കുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് കുറേ ഇതിനകത്തു നിന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചില ആൾക്കാർ ചെയ്യുന്നുണ്ടാകും, പക്ഷേ ചില ആൾക്കാർക്ക് മൈൻഡ് ഡിസ്റ്റർബ് ആകുമ്പോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എന്നാലും നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുക. അതുപോലെ ആത്മപരിശോധന നടത്തുന്നുണ്ട് ഇന്നത്തെ ദിവസം. ആന്തരികവും ആത്മീയവുമായ ഒരു വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു ബാഡ് സിറ്റുവേഷനിലൂടെ കർമ്മയും കടന്നുപോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ അടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്കൊരു പെയിൻ വരുമ്പോഴാണ് ഒട്ടുമിക്ക ആളുകളും സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് അങ്ങനത്തെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥയാണ്. അതായത് നിങ്ങളുടെ ഒരു പുനർജന്മമാണ്. നിങ്ങൾ ഇത്ര നാളുണ്ടായിരുന്ന ആ ഫേസ് മാറി പുതിയൊരു ഫേസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിനോടുള്ള വിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതായത് ഈ ഒരു പരീക്ഷണത്തിൽ കൂടി കടന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആവാൻ ഉള്ള ഒരു സിറ്റുവേഷനും ഉണ്ടാവുന്നുണ്ട്.
എന്തായാലും യൂണിവേഴ്സ് നിങ്ങളെ മുന്നോട്ട് തന്നെയാണ് നയിക്കുന്നത്. ഇത് ഈ ഒരു വെളിച്ചം, അതായത് ജീവിതത്തിൽ ഒരു വിളക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് മാനസാന്തരം സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരുന്നു. ഇപ്പം നിങ്ങൾ തേടിക്കൊണ്ടിരുന്ന ഒരു കാര്യം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് ദൈവ നിയോഗമാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിൽ വരേണ്ട ഒരു കാര്യമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ മനസ്സിലാക്കി തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊരു ദൈവ നിയോഗമാണെന്ന് മനസ്സിലാക്കുക. യഥാർത്ഥ ലക്ഷ്യബോധത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, അല്ലെ നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പഴയതെല്ലാം മറന്ന് പുതിയ ഒരു ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു ഏഞ്ചൽ വന്നിട്ട് നമുക്കൊരു വിളംബരം തരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് അയച്ചിരിക്കുന്ന ഏഞ്ചലാണ്. ആ ഏഞ്ചൽ വന്നിട്ട് നിങ്ങളോട് കാര്യങ്ങൾക്ക് വ്യക്തത തരുന്നു, കാര്യങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നു, നിങ്ങൾക്കൊരു പുനർജന്മം തരുന്നു. നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഒരു നല്ലൊരു പ്രഭാതത്തിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തതയും ക്ലാരിറ്റിയും നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഈ സിറ്റുവേഷനെ കുറിച്ച് ഉണ്ടാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോഴ്സിന്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ, അതായത് ചിലപ്പോൾ മാനസികമായിട്ട് കുറേ കെട്ടുപാടുകളിൽ നിന്നിട്ട് അതെല്ലാം വിട്ടെറിഞ്ഞ് നിങ്ങളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് തിരിച്ചറിവുകൾ, അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ച്, നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റിയും തിരിച്ചറിവും ഒക്കെ ഉണ്ടാവുന്ന ഒരു ദിവസമാണെന്ന്. മിഥ്യാധാരണകളൊക്കെ മാറി യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെക്കുറിച്ചുണ്ടായ തെറ്റിദ്ധാരണകൾ, ചിലപ്പോൾ ചില ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാവാം. അതിൻ്റെ പുറത്തായിരിക്കാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ സത്യസന്ധത എന്ന് മറ്റുള്ളവർക്ക് വെളിവാക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ ശക്തിയും ബുദ്ധിയും എല്ലാം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് വന്നിരിക്കുന്ന റീഡിങ്സ്. കുറച്ച് എന്താ പറയുക, നെഗറ്റീവ് എനർജിയിൽ കൂടി കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത്. പക്ഷെ അതെല്ലാം എൻഡായിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കുന്ന നല്ലൊരു എനർജിയിലേക്ക് വരുവാനായിട്ട് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന റീഡിങ്സ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. നന്ദി, നമസ്കാരം.